സിനിമ ഏറെ ആസ്വദിച്ച പ്രേക്ഷകർക്ക് പുതിയൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ദിലീഷ് പോത്തൻ. പ്രേമലുവിന് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. ശുഭപ്രതീക്ഷയുടെ ബ്രൈറ്റ്നസ് ആയിരുന്നു പ്രേമലുവിന്റെ ആകെ നിറം. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിലും ആ ബ്രൈറ്റ്നസ് ഉണ്ടാകുമോ എന്നറിയാൻ പ്രേക്ഷകരിലും ഇപ്പോൾ ആകാംക്ഷയുണ്ട്. ദൃശ്യങ്ങളുടെ കാഴ്ചയിൽ മാത്രമല്ല, കഥയിലും അഭിനയത്തിലും എഡിറ്റിംഗിലും സംഗീതത്തിലും ക്യാമറയിലും തുടങ്ങി എല്ലായിടത്തും പ്രേമലുവിന്റെ പിന്നണി പ്രവർത്തകർ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. നസ്ലിന്റെ സച്ചിനും മമിത ബൈജുവിന്റെ റീനുവും മാത്രമല്ല, സംഗീത് പ്രതാപിന്റെ അമൽ ഡേവിസും മീനാക്ഷി രവീന്ദ്രന്റെ നിഹാരികയും ശ്യാം മോഹന്റെ ആദിയും അഖില ഭാർഗവന്റെ കാർത്തികയും ഉൾപ്പെടെ എല്ലാ കഥാപാത്രങ്ങളും മികവുറ്റ അഭിനയമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഈ കഥാപാത്രങ്ങളുടെ ഒക്കെ റീലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. റിലേറ്റബിൾ കണ്ടന്റ് ആണ് സിനിമ മുഴുവനും ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് ചിത്രം ഏറെ ജനപ്രിയമായിരിക്കുന്നത്. വളരെ മനോഹരമായൊരു മേക്കിംഗ് രീതിയായിരുന്നു പ്രേമലുവിന്റേതെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്തിട്ടുണ്ട്. പുതുതലമുറ സിനിമാ പ്രേമികൾക്ക് വളരെയധികം ആകർഷണം തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും തമാശയും ഒക്കെ മികച്ച രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ വർക്കൗട്ട് ചെയ്യുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. പുതുതലമുറ ചിത്രങ്ങളായ തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണിയും സംവിധാനം ചെയ്ത് ശ്രദ്ധേയനായ ഗിരീഷ് ഏടിയുടെ പ്രേമലു കണ്ടിറങ്ങിയവരിൽ സ്വാഭാവികമായും രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിരിക്കാം. പക്ഷെ ഇത്ര പെട്ടെന്ന് അത് നടപ്പിലാക്കും എന്ന പ്രതീക്ഷയുണ്ടായി കാണില്ല. ഹൈടെക് നഗരമായ ഹൈദരാബാദിൽ തൊഴിൽ ചെയ്യുന്ന ഒരുപറ്റം യുവ എഞ്ചിനീയർമാരും എഞ്ചിനീയറിംഗ് ബിരുദമുണ്ടെങ്കിലും അടുത്ത പടവിലേക്ക് കയറാൻ ശ്രമിക്കുന്ന രണ്ട് യുവാക്കളും പ്രണയവും ചേർന്നാണ് പ്രേമലു പ്രേക്ഷക ഹൃദയത്തിലേക്ക് കയറിയത്. അവർക്കിടയിലെ രസകരമായ നിമിഷങ്ങളാണ് പ്രേമലു കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. കേരളത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഗേറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ അലയുന്ന സച്ചിൻ, പഠിച്ച സർട്ടിഫിക്കറ്റ് പോലും പിന്നീട് എപ്പോഴോ ആണ് കോളേജിൽ പോയി അലസനായ ഈ പയ്യൻ വാങ്ങുന്നത്. ഇതാണ് നസ്ലിന്റെ കഥാപാത്രമായ സച്ചിന്റെ ബേസിക് സ്വഭാവം. എന്നാൽ രണ്ടാം ഭാഗത്തിൽ സച്ചിന്റെ രൂപവും ഭാവവും രീതികളും പശ്ചാത്തലവും ഒക്കെ മാറും. ഇനി അങ്ങ് UK-യിൽ ചെത്തി നടക്കുന്ന സച്ചിനെയാവും പ്രേക്ഷകർ കാണുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കൂട്ടുകാരൻ UK-യിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവനോടൊപ്പം UK യാത്രയ്ക്ക് ശ്രമിക്കുന്ന സച്ചിന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. അതിനിടയിൽ അച്ഛന്റെ ബേക്കറിയിലെ ഐസ്ക്രീമും പപ്സും ഒക്കെ വിതരണം ചെയ്യാനും മടിയില്ലാത്ത സച്ചിനെയും കാണിക്കുന്നുണ്ട്. ഗേറ്റ് പഠിപ്പിക്കുന്ന മലയാളി അധ്യാപകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിടത്താണ് സച്ചിന്റെ ജീവിതം മാറി മറിയുന്നത്. ഒരിക്കൽ പോലും പ്രണയത്തിൽ വിജയിച്ചിട്ടില്ലാത്ത സച്ചിന്റെ എല്ലാം പഠിച്ചിട്ടും ബീന ടീച്ചറുടെ മകന് പെൺകുട്ടികളെ വളയ്ക്കാൻ മാത്രം അറിയില്ല എന്ന ഡയലോഗ് തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്തിയിരുന്നു. രസകരമായ കാര്യം, നസ്ലിനുള്ളടുത്ത് മാത്യു തോമസും ഉണ്ടെന്നതാണ്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ മാത്യുവിന്റെ പെർഫോമൻസ് ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ സച്ചിൻ ലീവിന് നാട്ടിൽ വരുന്നതും തുടർക്കഥയും ഒക്കെ കാണിച്ചാൽ ചിലപ്പോൾ മാത്യുവിനെയും വീണ്ടും കാണാനാകും. ലിയോയിൽ വിജയുടെ മകനായി തിമിർത്ത മാത്യുവിന്റെ തികച്ചും വ്യത്യസ്തമായൊരു വേഷമായിരുന്നു പ്രേമലുവിൽ കണ്ടത്. എന്നാൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് പലർക്കും സമ്മിശ്ര അഭിപ്രായങ്ങളുമുണ്ട്. പ്രണയം എന്നത് ആർക്കും ആരോടും തോന്നാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ജനനത്തീയതി നോക്കാതെ 1999 മാർച്ചിൽ ജനിച്ച സച്ചിന് 98 സെപ്റ്റംബറിൽ ജനിച്ച റീനുവിനോട് പ്രണയം തോന്നുന്നത്. നീ എന്നെ ചേച്ചി എന്ന് വിളിക്കണല്ലോടാ എന്നവൾ പറയുമ്പോൾ മാത്രമാണ് തന്നേക്കാൾ മൂത്തതാണ് റീനു എന്ന് സച്ചിൻ അറിയുന്നത്. അപ്പോഴും അവൻ ചോദിക്കുന്നത് അതിനെന്താ എന്നായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിൽ കല്യാണവും മറ്റും സീരിയസ് കാര്യങ്ങളായി വന്നാൽ ഈ ഒരു വിഷയം വില്ലനാകാനുള്ള സാധ്യതയും ഒഴിവാക്കാനാവില്ല. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിനും വർക്കിംഗ് ക്ലാസ് ഹീറോസിനും വേണ്ടി ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചത്. ഭാവനയുടെ മുൻ ചിത്രങ്ങളായ കുമ്പളങ്ങി നൈറ്റ്സും ജോജിയും പാൽത്തു ജാൻവറും തങ്കവും പോലെ പ്രേമലുവും പ്രേക്ഷകർക്ക് ആസ്വദിക്കാനായി. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്ന് എഴുതിയ തിരക്കഥ എവിടെയും ബോറടിപ്പിക്കാതെ കൊണ്ടുപോവുകയും ചെയ്തു. 2.5 മണിക്കൂറിലേറെ നീളമുള്ള സിനിമ ഒരു മിനിറ്റ് പോലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനുള്ള കയ്യടി എഴുത്തുകാർക്കും സംവിധായകനും അവകാശപ്പെട്ടതാണ്. ഈ കൂട്ടുകെട്ട് തന്നെയായിരിക്കും രണ്ടാം ഭാഗത്തിലും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.